الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب. من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة ശ്രദ്ധിക്കാനുള്ളത് സുഹഫൻ അവിടെ സുഹഫം മുതഹറ സുഹഫം മുതഹറ പിന്നെ സുഹഫൻ എന്ന് പിന്നെ ചുണ്ട് വിടർത്തിയിട്ടല്ല മീമിൻ്റെ ശബ്ദത്തിലാണ് മണിക്കേണ്ടത് അവിടെ സുഹഫം മുതഹറ. പിന്നെ കുത്തുബുൻ എന്നുള്ളിടത്തുണ്ട് അവിടെ ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. കുത്തുബുൻ ഖയ്യിമ ഓതിയൊക്കെ ശരി തന്നെയാണ്. പിന്നെ വമാ തഫറക്കല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിം, ആ മിൻ എന്താ ചെയ്യേണ്ടത്? ആ മിൻ എന്നുള്ള ശബ്ദത്തെ എന്താക്കണം? ഇഖ്ലാബ് ചെയ്യണം. ഇഖ്ലാബ് ചെയ്യണം. അതിൻ്റെ പേരാണ് ഇഖ്ലാബ്. ഇഖ്ലാബ് പറഞ്ഞാൽ എന്താ? ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെ ശേഷം ബ എന്ന അക്ഷരം വരാം. അപ്പം ഈ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റാം. അതിൻ്റെ ശബ്ദം എന്താവും? മീമിൻ്റെ ശബ്ദമായി മാറും. അപ്പം എങ്ങനെ ഓതണം? മിൻ എന്നല്ല ഉച്ചരിക്കുക. മിംബാഴതി എന്നാണ് ഉച്ചരിക്കുക. എവിടെയാണ്? ഇല്ലാ മിൻ ബഅദി മാ ജാഅ, അവിടെ ജാഅ നീട്ടണം. 4 മുതൽ 6 കതിർ വരെ നീട്ടിക്കൊള്ളണം. ജാഅ. മലായിക്കത്തൊക്കെ നമ്മൾ നീട്ടുന്നില്ലേ, അതേപോലെ തന്നെയാണ് മലായിക്കത്ത്. ജാഅ അതിന് പറയാം മദ് മുത്തസിൽ എന്നാണ് അതിൻ്റെ ഇത്. അതിൻ്റെ നിയമം എന്താണെന്ന് വെച്ചാൽ ഹംസ എന്നുള്ള അക്ഷരത്തിന് ശേഷം ഈ സാധനം കാണാം. ഹംസ അതിൻ്റെ ശേഷം അല്ല, അതിൻ്റെ മുമ്പ് അലിഫ് വരിക. ശേഷമല്ല, അതിൻ്റെ മുമ്പ് എന്ത് വരിക? അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങൾ 3 അക്ഷരം അതിലേതെങ്കിലും ഒന്ന് ഹംസക്ക് ശേഷം വരിക. ഈ ഹംസക്ക് ശേഷം ഇവിടെ അലിഫ് വന്നിട്ടുണ്ട്, ഇവിടെയും അലിഫ് വന്നിട്ടുണ്ട് മലായിക്കത്ത്. അപ്പോൾ
അലിഫ് വന്നാലും വാവ് വന്നാലും യാ വന്നാലും എന്ത് ചെയ്യണം? മദ്ദിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ നീട്ടണം. അതിൻ്റെ പേരാണ് മദ് മുത്തസിൽ. മലായിക്കത്ത് ഉദാഹരണമായിട്ട് വസ്സമായി, അവിടെയൊക്കെ നീട്ടണം. ആ കൈ നിയമത്തിൽപ്പെട്ടതാണ്. ഇവിടെ മിംബാദി മാ ജാ അവിടെ നീട്ടണം. പിന്നെ ജാഅതുഹുമുൽ ബയ്യിന, ആ എല്ലായിടത്തും ഉണ്ടാവും. ബയ്യിന, മുതഹറ, ഖയ്യിമ, അവിടെയൊക്കെ എങ്ങനെ നിർത്തണം? ഒരു സാധനം താഴോട്ടിട്ടാൽ അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാവുന്ന ശബ്ദത്തിലാണ് നിർത്തേണ്ടത്. വേറെ എന്തെങ്കിലും തജ്വീദ് സംശയം ഉണ്ടോ? അപ്പോൾ ആ ഊതിയലും ഏകദേശം എല്ലാവരുടേതും ഒക്കെ ഒരുവിധം ഓക്കെയാണ്. ഇതുണ്ടോ? ഇല്ല, എന്നാ പോവാ. അർത്ഥം പറഞ്ഞോളി. ലം യക്കുനില്ലദീന. ലം യക്കുനില്ലദീനാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു അല്ലേ? എന്താണ്? ലം യക്കുനി ആയിട്ടില്ല, അല്ലെങ്കിൽ ആവില്ല. അല്ലദീന കഫറു അവിശ്വസിച്ച ആളുകൾ. മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബ് പെട്ട അവിശ്വാസികളായ ആളുകളല്ല. എന്ത്? വൽ മുശ്രിക്കീന, മുശ്രിക്കുകളിലും പെട്ട. മുംഫക്കീന നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു അല്ലേ? മുംഫക്കീന അവർ വേർപെട്ട് പോകുന്നവരല്ല. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, വ്യക്തമായ തെളിവ് അവർക്ക് വന്നെത്തുന്നത് വരെ. അപ്പോൾ വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ മുശ്രിക്കുകളിലും അഹ്ലി കിതാബിലും പെട്ട അവിശ്വാസികൾ വേർപെട്ട് പോകുന്നവരല്ല എന്ന് പറഞ്ഞാൽ ആ കുഫറിൽ തന്നെ അവർ നിലകൊള്ളും എന്നർത്ഥം. അവിശ്വാസികളായ ആളുകൾ കുഫറിൽ തന്നെ നിലകൊള്ളും തെളിവ് കിട്ടുന്നത് വരെ എന്നാണ്. അപ്പം തെളിവ് കിട്ടിയിട്ടാണ് അവർ ചില ആളുകൾ എന്ത് ചെയ്തത്? മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ഇനി പറയാം എന്താണ് ആ ബയ്യിന? റസൂലും മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു ദൂതൻ. യത്ലു ഓതിക്കേൾപ്പിച്ചു കൊടുക്കുന്നു. സുഹഫൻ ഏടുകൾ. മുതഹറ പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൂതൻ അവർക്ക് വന്നെത്തുന്നത് വരെ. ഫീഹ ആ ഏടുകളിലുണ്ട്. കുത്തുബുൻ രേഖകളുണ്ട്. ഖയ്യിമ മൂല്യവത്തായ അല്ലെങ്കിൽ വക്രതയില്ലാത്ത രേഖകൾ ആ ഏടുകളിലുണ്ട്. പിന്നെ പറയാം വമാ തഫറക ഭിന്നിച്ചു പോയിട്ടില്ല. അല്ലദീന ഊത്തുൽ കിതാബ വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. അല്ലദീന എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ, ഒരു കൂട്ടർ. ഊത്തു അവർക്ക് നൽകപ്പെട്ടു. അൽ കിതാബ ഗ്രന്ഥം, വേദം നൽകപ്പെട്ടു. അപ്പോൾ വേദഗ്രന്ഥം നൽകപ്പെട്ടവരാരോ അവർ ഭിന്നിച്ചു പോയിട്ടില്ല. ഇല്ലാ മിം ശേഷമല്ലാതെ, മിം ബഅദി മാ ജാഅത്തുഹും അവർക്ക് വന്നെത്തിയതിന് ശേഷമല്ലാതെ. അൽ ബയ്യിന വ്യക്തമായ തെളിവ് വന്നെത്തിയതിന് ശേഷമല്ലാതെ അവർ ഭിന്നിച്ചു പോയിട്ടില്ല. തിരിച്ചു വരാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുംഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന എന്ന ആയത്ത് ഏകദേശം നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ചെറിയൊരു വിശദീകരണം കിട്ടിയിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെ നാടൻ ഇതിലെങ്ങനെ പറയാം? അഹ്ലി കിതാബുകാരായ ആളുകൾ എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ ഭാഷയിൽ പറഞ്ഞേരി. ക്രിസ്ത്യാനികളും ജൂതന്മാരും മക്ക മുശ്രിക്കുകളും അതിൽപ്പെട്ട അവിശ്വാസികളായ ആളുകൾ അവരുടെ കുഫറിൽ തന്നെ നിലനിൽക്കാനുള്ള കാരണം വ്യക്തമായ തെളിവ് അല്ലെങ്കിൽ ഒരു പ്രവാചകൻ അവർക്ക് വരാത്തതാണ്. അത് വന്നതോടുകൂടി എന്തുണ്ട്? അവരിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ആ ആയത്ത് ധ്വനിപ്പിക്കുന്നത്. ആരാണ് ഈ അഹ്ലി കിതാബ് എന്നറിയണത്? അഹ്ലി കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് ജൂതന്മാർ. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വേദത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് ജൂതന്മാർ,
തൗറാത്ത് നൽകപ്പെട്ട ജൂതന്മാർ. രണ്ടാമത്തതോ ക്രിസ്ത്യാനികൾ. മൂസാ നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ട ഇഞ്ചീലിൻ്റെ ആളുകൾ. മറ്റത് ജൂതന്മാർ, മൂസാ നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ട തൗറാത്തിൻ്റെ ആളുകൾ. മുശ്രിക്കുകൾ എന്നറിയണ ആരാ? അറേബ്യയിൽ ബിംബങ്ങളെ ആരാധിച്ചിരുന്ന ആ വിഭാഗം ആളുകളെയാണ് മുശ്രിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അല്ലാഹു തആല ഇവിടെ പറയുന്നത് ബയ്യിനത്ത് അവർക്ക് വന്നെത്തുന്നത് വരെയെന്ന. എന്താ ഈ ബയ്യിനത്ത് എന്ന് പറയുന്നത്? അതിൻ്റെ മുമ്പ് ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് ക്രിസ്ത്യാനികൾ അല്ലേ, അല്പം ജൂതന്മാരും, പിന്നെ ആരാണ്ടായിരുന്നത്? ബഹുദൈവ വിശ്വാസികൾ. ഇവരിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികളല്ലാത്തവർ അവിടെ കുറവാണ്. മക്കത്തായിരുന്നു അത് കൂടുതലുണ്ടായിരുന്നത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ അവിടെ പ്രത്യേകമായി കണ്ടത് ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെയാണ്. അതേപോലെ മക്കായുടെ യമൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു സ്ഥലമാണ് നജ്റാൻ എന്ന് പറയുന്നത്. ആ നജ്റാനിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകളുമാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ദൗത്യ സംഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ എത്തിയത്. ഇവരെ വിളിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കുൽ യാ അഹ്ലൽ കിതാബ്, വേദം നൽകപ്പെട്ട അഹ്ലു കിതാബുകാരെ, തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, നിങ്ങൾക്കും നമുക്കുമിടയിൽ തുല്യമായ ഒരു വചനത്തിലേക്ക് നിങ്ങൾ വരുവിൻ. എന്താണ് ആ വചനം? അല്ലാ തഅ്ബുദൂ ഇല്ലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. വലാ തുശ്രിക് ബി ഷൈഅ, അള്ളാഹുവിനോട് യാതൊന്നും പങ്കു ചേർക്കരുത്. വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ളൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നമ്മളിൽ ചിലർ മറ്റു ചിലരെ റബ്ബുകളായി സ്വീകരിക്കുകയും ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിളിച്ച് പറഞ്ഞു. എന്നിട്ടൊരു വാണിങ്ങും കൊടുത്തു. ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിയാണെങ്കിൽ ഫഖൂലു അഷ്ഹദു ബി അന്നാ മുസ്ലിമൂൻ, നിങ്ങൾ പറയണം ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയണം എന്നാണ്. ഇവിടുന്ന് പിന്തിരിഞ്ഞു പോയാൽ മുസ്ലിങ്ങളാണ് എന്ന് പറയണം എന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനവിഭാഗത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏത് കാലഘട്ടത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന ദൗത്യം അവരൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവരോടൊരു പ്രത്യേക വൈരാഗ്യം അല്ലെങ്കിൽ ഒരു മോശമായ പെരുമാറ്റം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ നോക്കൂ, നിങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിരുന്ന ഒരു ജൂതനായ ആളുണ്ടായിരുന്നു, ഒരു കുട്ടി, ഒരു സർവൻ്റ് ഉണ്ടായിരുന്നു. ആ സർവൻ്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ ഒളുവുണ്ടാക്കാനുള്ള വെള്ളവും അതേപോലെ തന്നെ ചെരുപ്പും ഒക്കെ റെഡിയാക്കി കൊടുക്കണ ആ സേവനമൊക്കെ ചെയ്യാം. ഈ കുട്ടി ഒരിക്കൽ രോഗമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വൃത്യനെ അഥവാ ഈ സർവൻറ്റിനെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അങ്ങനെ ആ സർവൻറ്റിൻ്റെ തലഭാഗത്ത്, ആ തലയുടെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിരുന്നു. എന്നിട്ട് നബി പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിം ആവണം. അവിടെ ആരുണ്ട്? ആ കുട്ടിയുടെ പിതാവും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഈ മുസ്ലിം ആവണം എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി വാപ്പൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ വാപ്പ പറഞ്ഞു, അത്തി അബുൽ കാസിമിനെ അനുസരിക്കുക. അഥവാ മുഹമ്മദ് നബിയുടെ മറ്റൊരു പേരാണ്, ഉപനാമമാണ് ഇത്, അബുൽ കാസിം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുസരിച്ച് കൊള്ളുക എന്ന് വാപ്പ കുട്ടിയോട് സൂചിപ്പിക്കട്ടെ. അതനുസരിച്ച് ആ കുട്ടി ഫഅസ്ലമൽ ഗുലാം, ആ കുട്ടി ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയെ സന്ദർശിച്ചുകൊണ്ട് അവിടെ പോരുന്നത് അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനെ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ സംഭവം ഇപ്പം ഞാൻ പറഞ്ഞത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ
അവിടെയുണ്ടായിരുന്ന ജൂതന്മാരോട് പ്രത്യേക വൈരാഗ്യമൊന്നും പ്രവാചകനുണ്ടായിരുന്നില്ല. മറിച്ച് അവരെ സേവകരായും ജോലിക്കാരായും അവർക്ക് അങ്ങോട്ടും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സേവനം ചെയ്യുകയും നല്ല പെരുമാറ്റവുമായിരുന്നു പ്രവാചകൻ്റെ അടുത്തുണ്ടായിരുന്നത് എന്ന് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മദീനയിൽ വന്നിട്ട് നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ജൂതന്മാരെയൊക്കെ അടിച്ചാട്ടല്ല ചെയ്യണത്. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. ഇനി അവർ മുസ്ലിം ആയില്ലെങ്കിൽ അവരെ നിർബന്ധിപ്പിക്കൂല. മറിച്ചെന്ത് ചെയ്യണം? മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും മർദ്ദിക്കാതെ, അവരോട് അക്രമം പ്രവർത്തിക്കാതെ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ നാട്ടിൽ താമസിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കൊക്കെ ഒരു ബാധ്യത ഉണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതിനുവേണ്ടി അവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ മർദ്ദിക്കാനോ ഒന്നും പാടില്ല. അവരോടുള്ള പെരുമാറ്റം മോശമാക്കാനും പാടില്ല എന്നത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, അള്ളാഹുവാണ് സത്യം, ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽപ്പെട്ട യഹൂദിയൻ വലാ നസ്ര, ഒരു ജൂതനാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ, അവൻ എൻ്റെ ഈ സംസാരം കേൾക്കുകയും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പരിചയപ്പെടുകയും പ്രവാചകൻ്റെ ആ ദൗത്യത്തെപ്പറ്റി അറിയുകയും ചെയ്തിട്ട് എന്നിട്ട് അത് സ്വീകരിക്കാതെ അയാൾ മരിച്ചു പോകുന്നുവെങ്കിൽ, ഞാൻ അല്ലാഹു തആല എനിക്ക് നൽകിയിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാതെ അയാൾ മരിച്ചു പോകുന്നുവെങ്കിൽ കാനമിൻ അസ്ഹാബിന്നാർന്ന, ആ മനുഷ്യൻ നരകത്തിൻ്റെ അവകാശിയാണെന്ന്. അപ്പം പ്രവാചകൻ്റെ കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ആ ജൂതരും ക്രിസ്ത്യയുമരായ ആളുകൾ ഇസ്ലാം അവർക്ക് എത്തിച്ചു കൊടുത്തിട്ട് അവരത് സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ അവർ നരകത്തിൻ്റെ അവകാശികളാണ് എന്ന് ആ പ്രവാചകൻ്റെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ഈ ദൗത്യം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതരുടെ ഭാഷ പഠിക്കാൻ വേണ്ടി സെയ്ദ് ബിൻ സാബിത്ത് എന്ന് പറയുന്ന സ്വഹാബിയെ ഏൽപ്പിച്ചിരുന്നു. സെയ്ദ് ബിൻ സാബിത്ത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അതഅല്ലമ ലഹു കിതാബ യഹൂദ്, യഹൂദികളുടെ എഴുത്തും വായനയും പഠിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. അങ്ങനെ അത് ഒരു 6 മാസം കൊണ്ട് ഞാനത് പഠിച്ചെടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ജൂതന്മാരിൽ നിന്ന് വരുന്ന എഴുത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതി കൊടുക്കുകയും വായിച്ചു കൊടുക്കുകയും ചെയ്യും. അവരിൽ നിന്ന് അവർക്ക് അങ്ങോട്ട് അയക്കുമ്പോഴും അവരുടെ ഭാഷയിൽ ഞാൻ എഴുതുകയും വായിക്കുകയും ഒക്കെ എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ന് സെയ്ദ് ബിൻ സാബിത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തെ ഒരു എഴുത്തുകാരനും കാത്തിബും കൂടിയാണ്, ക്ലർക്കും കൂടിയാണ്. അപ്പോൾ ആ ജൂതന്മാരുടെ ഭാഷ പഠിക്കാനും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് കൽപ്പിച്ചിരുന്നു എന്നുള്ള. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ജൂത വിഭാഗം ആളുകളൊക്കെ ഇസ്ലാമിനെ അവഗണിക്കുകയാണ് ചെയ്തത്. അവരതിനോട് മോട്ട് കാണിക്കുകയാണ് ചെയ്തത്. അതുമൂലമാണ് അള്ളാഹുവിൻ്റെ കോപത്തിന് അവർ വിധേയമായത്. ആലോചിച്ച് നോക്കുങ്ങൾ, നമ്മളോടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും നിത്യേനയും ഗൈറിൽ മഗ്ലൂബി അലൈഹിം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അവരുടെ ആ മാർഗത്തിൽ പ്രവേശിക്കാതിരിക്കാനാണ് അള്ളാഹു തആല ഗൈറിൽ മഗ്ലൂബി അലൈഹിം എന്ന് നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. എന്താ അവർക്ക് സംഭവിച്ചത്? ഇങ്ങനെ ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്നും ആ പ്രവാചകനായിരിക്കും അന്ത്യപ്രവാചകനെന്നും അദ്ദേഹത്തിന് നൽകുന്ന വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണെന്നുമൊക്കെ തൗറാത്തിൽ നിന്ന് തന്നെ അവർക്ക് ശരിയായി അറിയാം. ആ അറിവുള്ളത് കൊണ്ട് തന്നെ അവരത് അങ്ങനെ വന്നെത്തിയപ്പോൾ അത് സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. അത് ഹദീസിൽ ഒരുപാട് ഹദീസിലൂടെയും പ്രവാചകൻ്റെ ആയത്തിലൂടെയും ഒക്കെ ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കേൾപ്പിക്കണ ആയത്തിൽ കാണാം, ഇന്നല്ലദീന
അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആറാഫിലെ 157 വചനത്തിൽ ഇങ്ങനെ കാണാം: ആ പ്രവാചകൻ അവർക്ക് വന്നെത്തി. നബിയും ഉമ്മിയും അഥവാ നിരക്ഷനായ ആ പ്രവാചകൻ, അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകൻ അവർക്ക് വന്നെത്തി. അങ്ങനെ അത് വന്നെത്തിയപ്പോൾ അതിനെ തുടരാൻ വിസമ്മതിച്ചു. ആ പ്രവാചകനെപ്പറ്റി യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, ഇൻജീലിലും തൗറാത്തിലും ആ പ്രവാചകനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, ആ പ്രവാചകൻ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമെന്നും ആ തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയുഹല്ലു ലഹുമുത് തയ്യിബാത്ത്, നല്ല വിശിഷ്ടമായ കാര്യങ്ങളെ ഹലാലാക്കി തരും. വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, നികൃഷ്ടമായ ദുരാചാരത്തെ അത് ആ പ്രവാചകൻ ഹറാമാക്കുകയും ചെയ്യുമെന്നും ആ വേദഗ്രന്ഥങ്ങളിലുണ്ട്. വയലൗ അൻകും മിസ്രവും, പിന്നെ ആ പ്രവാചകനെ പറ്റി പറഞ്ഞത് അവരുടെ ഭാരം ഇറക്കി വെച്ച് കൊടുക്കും എന്നുള്ള. വൽ അഗ്ലാലത്തി അല്ലത്തി കാനത്ത് അലൈഹിം, അവർക്ക് പ്രയാസമുണ്ടാക്കിയിരുന്ന ഒരുപാട് ചങ്ങലകൾ, ഒരുപാട് വിലങ്ങ് തടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് യൗമുസ്സബത്തിൽ അവർ മീൻ പിടിക്കാൻ പാടില്ല എന്ന് അള്ളാഹു താല അവരോട് കൽപ്പിച്ചു. ഇങ്ങനെ കുറേ ഭക്ഷണങ്ങളും അവർക്ക് അള്ളാഹു താല വിരോധിച്ചിരുന്നു. അതിന് കാരണം അവരുടെ അഹങ്കാരമാണ്. ആ അഹങ്കാരം മൂലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിലക്കിയിരുന്ന പല വിലങ്ങുകളും അള്ളാഹുവിൻ്റെ റസൂൽ വന്നതിന് ശേഷം അതൊക്കെ എടുത്തു കളയുകയും ആ ഭാരം ഇറക്കി വെക്കുകയും ചെയ്തു. ഇതൊക്കെ എവിടെയുണ്ട്? ഇഞ്ചീലിലും തൗറാത്തിലുമൊക്കെ ഉണ്ട് എന്ന് അവർക്ക് ജൂത ക്രിസ്തീയ വിഭാഗത്തിന് നന്നായി അറിയാം. പക്ഷേ അവരെന്ത് ചെയ്തില്ല? അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ മോട്ട് കാണിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഗൈറിൽ മഗ്ലൂബി അലൈഹിം എന്ന് അവരെപ്പറ്റി വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായ ആളുകൾ എന്നാണ് ഗൈറിൽ മഗ്ലൂബി അലൈഹിം. എന്തുകൊണ്ടാണ് ഗൈറിൽ മഗ്ലൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്ക്, യഹൂദികളെ സംബന്ധിച്ചാണ് പറയുന്നത്. ജൂതന്മാരായ ആളുകൾക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ആ അറിവും അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമെന്ന വിവരവും അവർക്ക് നന്നായി അറിയാം. അറിഞ്ഞിട്ടും അവർ ധിക്കാരം പ്രവർത്തിച്ചത് കൊണ്ടാണ് അവരെ ഗൈറിൽ മഗ്ലൂബി അലൈഹിം എന്നതിന് വിശുദ്ധ ഖുർആൻ പറയാനുള്ള കാരണം. ഇത് മുസ്ലിം സമൂഹമേ, നിങ്ങൾക്കും ഇതുപോലുള്ള സ്വഭാവം വരും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഈ ജൂത ക്രിസ്തീയ വിഭാഗത്തിൻ്റെ മാർഗങ്ങൾ പിന്തുടരരുത് എന്ന് കാണിക്കാനാണ് നമ്മോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം. അള്ളാഹുവേ, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴിചേർക്കണമേ. എന്നിട്ട് പറയാം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാർ, സിദ്ദീഖുമാർ, സച്ചരിതരായ ആളുകൾ, ശുഹദാക്കൾ, ഇത്തരം ആളുകളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ. എന്നിട്ട് പറഞ്ഞത് ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ, അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായ ആളുകളുടെ മാർഗത്തിലല്ല എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നാം. അപ്പോൾ ഇത് പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ചെന്നപ്പം ബഹുഭൂരിപക്ഷം ജൂതന്മാരും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഏതാനും കുറച്ച് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന് പറയുന്ന ഒരു ജൂതനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 3 ചോദ്യം ചോദിക്കുകയാണ്. ആ 3 ചോദ്യവും അദ്ദേഹത്തിൻ്റെ 3 ചോദ്യം പ്രവാചകന്മാർക്ക് മാത്രമേ അറിയുള്ളൂ. എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥങ്ങളിലുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, അന്ത്യനാളിൻ്റെ ഒന്നാമത്തെ അടയാളം എന്താണ് എന്ന് ചോദിച്ചു എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, സ്വർഗവാസികളായ ആളുകൾ ഭക്ഷിക്കുന്ന ഭക്ഷണം എന്താണ്, ഒന്നാമത്തെ ഭക്ഷണം എന്താണ് എന്ന് ചോദിച്ചു എന്നാണ്. മൂന്നാമത്തേത്, ഒരു കുട്ടി മാതാവിൻ്റെ രൂപവും അല്ലെങ്കിൽ പിതാവിൻ്റെ രൂപവും
ഒക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയുണ്ടായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ വന്നുകൊണ്ട് വിവരം കൊടുക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു സലാം പറഞ്ഞു, ഇതാ ജിബ്രീൽ എനിക്കിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു സലാമിനോട് പറഞ്ഞു, ഇതാ ജിബ്രീൽ എനിക്കിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാം പറഞ്ഞു, ജിബ്രീൽ എന്ന് പറയുന്നത് മലക്കുകളിൽ പിന്നെ ജൂതന്മാരുടെ ശത്രുവാണ്. ആര്? ജിബ്രീൽ. ജിബ്രീൽ എന്ന് കേൾക്കുമ്പോൾ ജൂതന്മാർക്ക് ഭയങ്കര ദേഷ്യം. അവർ ശത്രുവായിട്ടാണ്, മലക്കുകളിൽപ്പെട്ട ശത്രുവായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യത്തിന് ഓരോന്നോരോന്നായി പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, അന്ത്യനാളിൻ്റെ ഒന്നാമത്തെ അടയാളമായി കാണുന്നത് നാറുൻ തൊഷറുന്നാസു മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ്, ഒരു തീ ഇങ്ങോട്ട് വരുന്ന, ആ തീ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള എല്ലാ ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് ഒരുമിച്ച് കൂട്ടും എന്നതാണ് വേദഗ്രന്ഥത്തിൽ പറയുന്ന ഒന്നാമത്തെ അന്ത്യനാളിൻ്റെ അടയാളം. നമ്മൾ ഇതാ ദുൽജിലത്തിൽ അർളു സിൽസാലഹ എന്ന് പഠിച്ചില്ലേ, അതേ രൂപത്തിലുള്ള ഒരു അടയാളം ഉണ്ടാകും എന്നുള്ള. രണ്ടാമത്തത്, സ്വർഗവാസികളായ ആളുകൾ ഭക്ഷിക്കുന്ന ഒന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു തരം മത്സ്യത്തിൻ്റെ കബദ് ആണ്, കരൾ ആണ് അവർ ഭക്ഷിക്കുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ രൂപം അത് ഉണ്ടാവാനുള്ള കാരണം ആ പുരുഷൻ്റെ പിന്നെ അതാണ് ഏറ്റവും കൂടുന്നെങ്കിൽ ആ പിതാവിൻ്റെ രൂപവും, മാതാവിൻ്റെ ഇതാണ് കൂടുന്നെങ്കിൽ മാതാവിൻ്റെ രൂപവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായിരുന്ന. ഇന്നിപ്പോൾ നമുക്കതൊന്നും പിന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ മൂന്ന് ഉത്തരവും എവിടെ ഉണ്ട്? തൗറാത്തിൽ നിന്ന് ഈ ജൂതനായ അബ്ദുല്ലാഹിബ്നു സലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കുകയുണ്ടായെന്ന. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ വന്ന് പറഞ്ഞു, ഇന്നൽ യഹൂദ കൗമുൻ ബുഹ്തുൻ, ജൂതന്മാർ എന്ന് പറയുന്നത് ധിക്കാരികളായ ഒരു ജനവിഭാഗമാണ്, ആരോപണം പറയുന്ന ഒരു ജനവിഭാഗമാണ്. അതുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെപ്പറ്റി ഒരുപാട് അപരാധങ്ങൾ പറഞ്ഞു വരുത്തും. അതുകൊണ്ട് ജൂതന്മാരോട് എന്നെപ്പറ്റി ചോദിക്കണം, എന്നതിന് ശേഷം അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എന്തെയ്ക്കൊള്ളാം റസൂലെ, മുസ്ലിമായി കൊള്ളാം എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. അപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരോട് ചോദിച്ചു, എന്താ അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അറിയാം? അപ്പോൾ ജൂതന്മാർ ഒന്നടക്കം പറഞ്ഞു, അലമുന, ഞങ്ങളിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതനാണ് അബ്ദുല്ലാഹിബ്നു സലാം. വബ്നു അലമിന, ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള പണ്ഡിതൻ്റെ മകനാണ് അബ്ദുല്ലാഹിബ്നു സലാം. എന്ന് പറഞ്ഞാൽ തൗറാത്ത് ഏറ്റവും നന്നായി അറിയുന്ന മനുഷ്യനാണ് ആര്? അബ്ദുല്ലാഹിബ്നു സലാം എന്ന് ജൂതന്മാർ തന്നെ പറയുണ്ടായി. പിന്നെ പറഞ്ഞത് വ അഖിയറുന, ഞങ്ങളിൽ ഏറ്റവും ഉത്തമ സ്വഭാവമുള്ള ആളാണ് അയാൾ. വ ഇബ്നു അഖിയറിന, ഏറ്റവും ഉത്തമ സ്വഭാവമുള്ള വാപ്പാൻ്റെ മകനാണ് എന്നും അവർ പറയുണ്ടായി. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കണ ജൂതന്മാരോട് ചോദിച്ചു, അഫറഅയ്തും ഇൻ അസ്ലമ അബ്ദുല്ലാഹിബ്നു സലാം, അബ്ദുല്ലാഹിബ്നു സലാം മുസ്ലിമായി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? എന്താണ് നിങ്ങൾക്ക് പറയാൻ? ഖാലു അഅദല്ലാഹു മിൻ ദാലിക്, അതിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്ന് ജൂതന്മാർ ഒന്നടങ്കം പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറയുന്ന ആ ജൂത പണ്ഡിതൻ കയറി വന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുകയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ചു എന്നർത്ഥം. അങ്ങനെ അപ്പം അവർ പറഞ്ഞു, നേരെ തിരുത്തി പറഞ്ഞു ആര്? ജൂതന്മാർ. എന്ത് പറഞ്ഞു? ഷർറുന വ ഇബ്നു ഷർറിന, ഞങ്ങളിൽ ഏറ്റവും ദുഷ്ടനാണ്, ഏറ്റവും ദുഷ്ടനാവിൻ്റെ മകനാണ് അദ്ദേഹം, ആ മനുഷ്യൻ അതിൽ വീണു പോയല്ലോ എന്നവർ പറഞ്ഞു എന്നുള്ള. അപ്പം ജൂതന്മാരുടെ ആ സ്വഭാവം ഈ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എന്തോ വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും വൈരാഗ്യത്തിൻ്റെയും പേരിലാണ് അവർ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കാണുന്നത് എന്ന് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വരുന്ന കാലഘട്ടത്തുണ്ടായ ആ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു സംഭവം കാണാം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറയുന്നത്. ഈസാ നബിയിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നജ്റാനിൻ്റെ ഭാഗത്ത്, നജ്റാൻ എന്ന് പറയുന്നത് പിന്നെ
യമൻ്റെ ഭാഗത്ത് നിന്ന് കഅബയുടെ ആ യമൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വിഭാഗമാണ് നജ്റാൻ ക്രിസ്ത്യാനികൾ എന്ന്. അതാണ് ആദ്യത്തെ വിഭാഗം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. പിന്നെ അവർ ആ ദൗത്യ സംഘത്തിൽ ആരൊക്കെ ഉണ്ട്? ഒരു നേതാവുണ്ട്, ഒരു അമീറുണ്ട്. അങ്ങനെ അവരൊക്കെ വന്നെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വന്ന ആളുകൾക്കൊക്കെ ഖുർആൻ പാരായണം ഓതിക്കേൽപ്പിച്ചു. യത്ലു അലൈഹിം തന്നില്ലേ, ആ ഖുർആൻ അവർക്ക് ഓതിക്കേൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ രണ്ട് നേതാക്കളോടും, അമീറായി വന്ന നേതാവായി വന്ന ആ ദൗത്യ സംഘത്തിൽ 60 ആളുകളാണുള്ളത്. ആ 60 ആളുകളിൽ ഒരു നേതാവുണ്ട്, ഒരു അമീറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു യാത്രയുടെ നേതാവുണ്ട്, മറ്റൊരു അമീറുണ്ട്. അപ്പോൾ അവരോട് രണ്ടാളും പറഞ്ഞു, നിങ്ങൾ രണ്ടാളും മുസ്ലിം ആവുക. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ്, അസ്ലംന, ഞങ്ങൾ മുസ്ലിമാണ്. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആയിട്ടില്ല, നിങ്ങൾ വീണ്ടും മുസ്ലിം ആവണം. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, അതെ ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കളവാണ് പറയുന്നത്. കാരണം നിങ്ങൾ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിക്കുന്നവരാണ്. അതേപോലെ നിങ്ങൾ ആരാധിക്കുന്നത് കുരിശിനെയാണ്. അതേപോലെ പന്നിമാംസം നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്ലാം വിരോധിച്ചതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായിന്ന്. മാത്രമല്ല, അള്ളാഹുവിന് നിങ്ങൾ മക്കൾ എന്ന വാദം, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന വാദമുള്ളവരാണ് നിങ്ങൾ. അതേ ത്രിയേകത്വം എന്ന വാദമുള്ളവരാണ്. അള്ളാഹു മൂന്നും കൂടിയ ആ ഒന്നാണ് അള്ളാഹു എന്നൊക്കെ പറയുന്ന അത്തരം ജൽപ്പനങ്ങളിലും വാദങ്ങളിലും പെട്ട ആളുകളാണ് നിങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞപ്പോൾ, അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾ പിന്നെ ശാപ പ്രാർത്ഥനയ്ക്ക് വരണം എന്ന് പറയുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശാപ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഹക്കിലാണ്, ഞങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിലാണ് എന്ന് ശപഥം ചെയ്ത് പറയുകയും 3 പ്രാവശ്യം പറയുകയും, ഞങ്ങൾ അതിൻ്റെ മാർഗത്തിലല്ലെങ്കിൽ ഞങ്ങൾക്ക് നാശം തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനാണ്. പിന്നെ എന്താ പറയുക, 2 വിഭാഗവും വരും, മുസ്ലിമും വരും, അമുസ്ലിങ്ങളായ ആളുകളും വരും. അമുസ്ലിങ്ങൾ പറയും ഞങ്ങൾ സത്യത്തിലാണ്, ഞങ്ങളുടെ ഭാഗത്ത് പിന്നെ അസത്യമുണ്ടെങ്കിൽ ഞങ്ങളെ നശിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം പ്രാർത്ഥിക്കും. അതിനാണ് മുബാഹല എന്ന് പറയുന്നത്. അങ്ങനെ അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ആഹ്വാനം ചെയ്തപ്പോൾ അവരൊക്കെ ഭയപ്പെട്ട് പിന്മാറുകയാണ്, അതിന് സമ്മതിക്കാതെ പോവുകയാണ് ഈ ദൗത്യ സംഘത്തിലുള്ള ആളുകളൊക്കെ. അങ്ങനെ അതിനോടനുബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ആലിമ്രാനിലെ ധാരാളം ആയത്തുകൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടത്. അതിൻ്റെ അവസാനം കാണാം, ഫകുൽ തആലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്ന വാക്കാണ്, നിങ്ങൾ വരീൻ, നദു അബ്നാഅനാ വഅബ്നാഅക്കും, നമ്മുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും, അതേപോലെ നമ്മുടെ സ്ത്രീകളെയും നിങ്ങളുടെ സ്ത്രീകളെയും, ഞങ്ങളെയും നിങ്ങളെയും ഒക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാം. സുമ്മ നബ്തഹിൽ, എന്നിട്ട് നമുക്ക് ശാപ പ്രാർത്ഥന നടത്തിക്കൊള്ളാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട്. ആ ശാപ പ്രാർത്ഥന എന്താണ്? ഫനജ അല്ലാനത്തുല്ലാഹി അലൽ കാദിബിൻ, ആരാണോ കളവ് പറയുന്നത് ആ കളവ് പറയുന്ന ആളുകൾക്ക് ശാപമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയേണ്ടത്. അതിനവർ തയ്യാറായില്ല എന്ന്. അപ്പോൾ അതും നമ്മെ മനസ്സിലാക്കുന്നത്, ആദ്യ കാലഘട്ടത്തിലുള്ള ജൂത ക്രിസ്തീയ വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യമായി ചെയ്തത് അവരെ ഇസ്ലാമിലേക്ക് വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചതാണ് ഈ വ്യക്തമായ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഓതിക്കേൾപ്പിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നത് വരെ അവരവരുടെ കുഫറിൽ തന്നെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറാൻ അവർ തയ്യാറായിരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാനുള്ള കാരണമതാണ്. ഇനി പ്രവാചകന്റെ ദൗത്യം എന്താണ് എന്നതാണ് അതിൽ പറയുന്നത്. യത്ലു, ആ റസൂലുൻ, എന്താണ് ഇത്? റസൂലും മിനല്ലാഹി യത്ലു സുഹ്ഫൻ മുതഹറ എന്ന് പറഞ്ഞില്ലേ. ആ ബയ്യിനത്ത് എന്താണ് പ്രവാചകൻ ചെയ്തത് എന്നാണ് കാണിക്കേണ്ടത്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രവാചകൻ. എന്നിട്ട് പറയാം യത്ലു, പ്രവാചകന്റെ ഡ്യൂട്ടി ഈ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കലാണ്. യത്ലു സുഹ്ഫൻ മുതഹറ. എന്താ സുഹ്ഫ് എന്ന് പറഞ്ഞാൽ? ഏടുകൾ. മുതഹറ എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധമായ ഏടുകൾ. എന്തിനാ അങ്ങനെ പറയുന്നത്? പല ഏടുകളും ഉണ്ടാവും, പക്ഷേ വക്രതയില്ലാത്ത പരിശുദ്ധി നൽകപ്പെട്ട പവിത്രമായ വേദഗ്രന്ഥമാണ് ഇത് വിശുദ്ധ ഖുർആൻ. ഞാൻ വിശുദ്ധ ഖുർആനെ പറ്റി പറയുന്നത് എന്താ? ഫീ ഹാ കുത്തുബുൻ
ഖയ്യിമ എന്ന് പറഞ്ഞാൽ എന്താ? സത്യനിഷ്ഠമായ അല്ലെങ്കിൽ വക്രതയില്ലാത്ത പിന്നെ രേഖകളാണ്. കുത്തുബ് എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ, രേഖകൾ. കത്തബ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? എഴുതുക എന്നാണ്. അപ്പോൾ രേഖകളാണ് അതിലുള്ളത്. ആ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ആലോചിക്കുമ്പോൾ ബയ്യിനത്ത് എന്ന് നമ്മൾ എപ്പോഴാണ് പറയാം? നമ്മുടെ ഭാഷയിൽ എപ്പോഴാണ് പറയാം? എപ്പോഴാണ് പറയണേ? കോടതിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ തെളിവാണല്ലോ അല്ലേ? ആരാ തെളിവ് കൊണ്ടുവരേണ്ടത്? ഞാനും ഇയാളും കോടതി. ഞാൻ ഇയാളെ പറ്റി എന്ത് പറയാണ്? കേസ് കൊടുക്കാൻ. ആരാ തെളിവ് കൊണ്ടുവരേണ്ടത്? വാദിക്കണ ആൾ അല്ലേ? ഇയാളെന്താ പറയേണ്ടത്? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നെന്ത് ചെയ്യും? അയാൾ സത്യം പറയും. അപ്പം വാദിക്കുന്ന ആൾ എന്ത് ചെയ്യണം? തെളിവുമായിട്ടാണ് കോടതിക്ക് പോവുക. ആ തെളിവനുസരിച്ചാണ് അവിടുത്തെ ജഡ്ജി എന്ത് ചെയ്യുക? കാര്യം വിധിക്കുക. അങ്ങനെയുള്ള ഒരു ഭാഷാപ്രയോഗമാണ് ഇത് ബയ്യിനത്ത് എന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കൊടുക്കുന്ന തെളിവ് അത്ര വ്യക്തമാണ്. വ്യക്തമാകുമ്പോൾ പിന്നെ എന്തുണ്ടാവില്ല? അവർക്ക് തർക്കിക്കാനോ അല്ലെങ്കിൽ പിന്നെ അതിനെ എതിർക്കാനോ ഒന്നും ഒരു ഇടം ഉണ്ടാവില്ല. ആ ഇടമില്ലാത്ത വിധം തർക്കത്തിനോ അല്ലെങ്കിൽ സംവാദത്തിനോ ഇടമില്ലാത്ത വിധം വ്യക്തമായ തെളിവുകളാണ് ആര് കൊണ്ടുപോയി കൊടുക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുപോയി കൊടുക്കണം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ തന്നെ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിന് ഒരു മനുഷ്യനൊരു വേദഗ്രന്ഥം കിട്ടിയില്ലെങ്കിൽ അതിൽ തെളിവില്ലേ? അല്ലേ? ഉണ്ട്. ആകാശത്തേക്ക് നോക്കി ആരെ കാണാം? അള്ളാഹുവിൻ്റെ കഴിവിനെ കാണാം. അല്ലേ? ഭൂമിയിലേക്ക് നോക്കിയാൽ എവിടേക്ക്, പ്രപഞ്ചത്തിൽ എവിടേക്ക് നോക്കിയാലും അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? റബ്ബിനെ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ വേദഗ്രന്ഥത്തിലുള്ള ആ അറിവ് ചിലപ്പോൾ ബുദ്ധി കൊണ്ട് കിട്ടിയണമെന്നില്ല. ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത ഒരുപാട് അറിവുകളാണ് പിന്നെ ഫീഹ കുത്തുബുൻ ഖയ്യിമ എന്ന് പറഞ്ഞില്ലേ? മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത ഒരുപാട് അറിവുകൾ. ഇപ്പം മലക്കുകൾ ആകാശത്ത് നോക്കിയാൽ നമ്മൾ കാണുമോ? അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു വിവരം നമുക്ക് കിട്ടുമോ? ജിന്നുകൾ നമുക്ക് എവിടെ നിന്നും കിട്ടുമോ? അതേപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയാത്ത ഒരുപാട്, നമ്മുടെ കണ്ണുകൾക്കും നേത്രങ്ങൾക്കും നമ്മുടെ ഉപകരണങ്ങൾക്കും കാണാൻ കഴിയാത്ത ഒരുപാട് ചരാചരങ്ങളും ജീവികളും ഈ ഭൂമുഖത്ത്, ഈ പ്രപഞ്ചത്തിലില്ലേ? അതൊന്നും നമ്മൾ കാണില്ലല്ലോ അല്ലേ? ആലോചിക്കുക, ഇവിടെ ഇങ്ങനെ പാറിപ്പറക്കണ എത്രമാത്രം ജീവികളുണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ഒരു പക്ഷേ നമ്മളെ ബുദ്ധി കൊണ്ട് കണ്ടെത്താനും സാധിക്കാത്ത ഒരുപാട് ജീവിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നരകവും സ്വർഗവും എവിടുന്ന നമുക്ക് തെളിവ്? ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം ആ നരകം, സ്വർഗം, അത്തരം കാര്യങ്ങൾ, മലക്കുകൾ, ഇത്തരം കാര്യങ്ങൾ, നമ്മളെ ഇഹപര മോക്ഷത്തിനുള്ള പല കാര്യങ്ങളുമാണ്. അതാണ് ഫീഹ കുത്തുബുൻ ഖയ്യിമ. അത്തരം തെളിവുകളുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുള്ളത്. ഈ തെളിവ് കൊടുത്തതിന് ശേഷമാണ് അള്ളാഹു എന്ത് ചെയ്യണത്? ആ മനുഷ്യനൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന് ശേഷമാണ് അള്ളാഹു തആല അവനെ ശിക്ഷിക്കണം. അതിന് മുമ്പ് അവനെ ശിക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വ്യക്തമായ തെളിവും പ്രവാചകന്മാർ മുഖേന, വേദഗ്രന്ഥം മുഖേന എത്തിച്ചു കൊടുത്തതിന് ശേഷമാണ്, എന്നിട്ട് അവർക്കത് അറിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ശിക്ഷിക്കേണ്ടത്. അതിൻ്റെ മുമ്പ് ശിക്ഷിക്കണമെന്നില്ല അല്ലേ? വേദഗ്രന്ഥം കിട്ടിയിട്ടില്ലെങ്കിൽ ആ ജനവിഭാഗത്തെ അള്ളാഹു ശിക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഫീഹ കുത്തുബുൻ ഖയ്യിമ. എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിനെ കണ്ടെത്താൻ എന്ത് ചെയ്യും? ആളെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് തന്നെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അത്തരം വ്യക്തമായ ഒരു തർക്കത്തിനിടമില്ലാത്ത, ഒരു വാദത്തിനിടമില്ലാത്ത വ്യക്തമായ തെളിവുകളുമായിട്ടാണ് ആര് വരുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് ഈ വിശുദ്ധ ഖുർആൻ ഒരു പ്രകാശമാണ്. എന്തിനാ വെളിച്ചം? വെളിച്ചം എന്തിനാ വെളിച്ചം? ആലോചിക്കുക, എന്തിനാ വെളിച്ചം? വെളിച്ചം ഉണ്ടായാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ? നമ്മളിപ്പോൾ എങ്ങനെ കാണുന്നത്? ഞാൻ ഇപ്പം നിങ്ങളെ കാണുന്നത് എങ്ങനെ? എൻ്റെ കണ്ണോട്ട് എങ്ങനെ കാണുന്നത്? എങ്ങനെ കാണുന്നത്? ഈ ലൈറ്റാട് കെടുത്തിയാൽ നിങ്ങളെ കാണോ ഞാൻ? ഇല്ല. എങ്ങനെ കാണുന്നത്?
ഈ ലൈറ്റിൻ്റെ രശ്മികൾ അല്ലെങ്കിൽ സൂര്യൻ്റെ രശ്മികൾ അത് നിങ്ങളിൽ പതിക്കുന്നു, അത് എൻ്റെ കണ്ണിലേക്ക് എന്ത് വരികയാണ്, തിരിച്ച് അതിൻ്റെ ഇത് വരികയാണ് അല്ലേ? അപ്പോഴാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഇരുട്ടായ നിങ്ങളെ മുമ്പിലുള്ള സാധനം എനിക്ക് കാണാൻ പറ്റാത്ത, നമുക്ക് കാണാൻ പറ്റാത്ത. ഇതേപോലെ വിശുദ്ധ ഖുർആൻ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം ബുദ്ധി എന്ന ആ കണ്ണുകൊണ്ടാണ് മനുഷ്യൻ കാണുന്നത്. ബുദ്ധി ഉപയോഗിച്ച് കാണണം. അപ്പം ബുദ്ധി ഉപയോഗിച്ച് കാണണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധ ഖുർആനാകുന്ന വെളിച്ചം വേണം. അപ്പം ആ വെളിച്ചം മുഖേനയാണ് ആ ബുദ്ധിയിലേക്ക് എന്ത് വരിക? മനുഷ്യനത് കാണാൻ സാധിക്കും. സാധാരണ കാണലല്ല, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ പ്രവാചകന്മാർ കൊണ്ടുവന്ന വേദഗ്രന്ഥം എന്ന് പറയുന്നത് ഒരു പ്രകാശത്തെ പോലെയും, പിന്നെ മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ണിനെ പോലെയുമാണ്. കണ്ണെന്ത് പ്രവർത്തനമാണോ ചെയ്യുന്നത് അതാണ് മനുഷ്യൻ്റെ ബുദ്ധി ആ ഖുർആനിൽ നിന്ന് പിന്നെ നോക്കിക്കാണുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ണിന് മാത്രം അതിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ പറ്റുമോ? നമുക്കിപ്പോൾ ഒരു കണ്ണ് അല്ലാഹു തന്നു, അതുകൊണ്ട് മാത്രം കണ്ണിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ പറ്റുമോ? ഇല്ല. ആ കണ്ണിനോടൊപ്പം എന്ത് വേണം? വെളിച്ചവും വേണം, പ്രകാശം വേണം, നൂറ് വേണം. നൂറ് തന്നിട്ടില്ലെങ്കിൽ കണ്ണിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ പറ്റില്ല. കണ്ണ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഇതേപോലെ മനുഷ്യന് ബുദ്ധി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ബുദ്ധി കൊടുത്തുകൊണ്ട് മാത്രം കാര്യമല്ല, എല്ലാ കാര്യങ്ങളും ആ ബുദ്ധി കൊണ്ട് ഉണ്ടാവേണ്ട ആ ഡ്യൂട്ടി നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? പിന്നെ അതിന് ദഹിക്കുന്ന വേദഗ്രന്ഥങ്ങൾ വേണം, വിശുദ്ധ ഖുർആൻ വേണം. എന്നാലേ ആ ബുദ്ധിയുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയുള്ളൂ. ഈ കണ്ണിന് അതിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കണമെങ്കിൽ പ്രകാശമുള്ളതുപോലെ ബുദ്ധിക്ക് അതിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? ഓതിക്കൊടുക്കുന്ന പ്രവാചകന്മാരും അധ്യാപകരും അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും വേണം എന്നതാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം കൊടുത്തണോ? നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രങ്ങൾ മനസ്സിലാക്കാൻ ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യിന റസൂലും മിനല്ലാഹി യത്ലൂ സഫൻ മുതഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ. അവിടെയാണ് ഇപ്പം നമ്മൾ നിർത്തിയത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു.